എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ എയ്സ് അവൻ കോൾറെഡി റോജറിന്റെ മകനാണെന്നുള്ള കാര്യം ഇപ്പൊ എല്ലാവരും അറിയും. പക്ഷെ ആൾക്കാർക്കാണെങ്കിൽ എയ്സിനോട് സഹതാപമൊന്നും തോന്നില്ല. അത്രയും വലിയ ഒരു കിങ് ഓഫ് പൈററ്റിന്റെ മകനാണവൻ. അവനെ പിടിച്ചത് നന്നായി, അല്ലെങ്കിൽ അവനും നാളെ അവന്റെ അച്ഛനെ പോലെ തന്നെ വലിയൊരു ടെററായിട്ട് മാറുന്നു പറയും. വേറെ ചിലര് അവരെ പിടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനായിരുന്നേനെ പിന്നീട് ഈ ലോകത്തിൽ തന്നെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയും. മറ്റു ചിലർക്കാണെങ്കിൽ എയ്സിനെ കൊല്ലാൻ പോകുന്നത് ഭയങ്കര സന്തോഷവും കൗതുകമുള്ള കാര്യമാണ്. അവരാണെങ്കിൽ ആകാംക്ഷയോട് കൂടെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. ഒരുപക്ഷെ ആ വൺ പീസ് ട്രഷർ അത് അവന്റെ കയ്യിൽ ഉണ്ടാവോ എന്നായിരിക്കും വേറെ ചിലർ ചിന്തിക്കുക. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്തും ഓരോ ആംഗിളിൽ നിന്നൊക്കെ ഈ പേസിനെ കാണിക്കും. ഏറ്റവും കൂടുതൽ ഞെട്ടൽ വന്നത് നമ്മുടെ പ്രിൻസസിനാണ്. കാരണം അവളോട് പറഞ്ഞത് എയ്സ് അവന്റെ സ്വന്തം ബ്രദറാണെന്നും അവനെ രക്ഷിക്കാൻ പോകുന്നുവെന്നുമാണ്. എയ്സ് ലൂഫിയുടെ ബ്രദർ തന്നെയാണ്, പക്ഷെ അവന്റെ ബയോളജിക്കൽ ബ്രദർ അല്ല. മറ്റൊരു ഭാഗത്ത് വേറൊരു കൂട്ടം ജനങ്ങള് അവര് വിശ്വസിച്ചിരുന്നത് ലൂഫിയുടെയും എയ്സിന്റെയും പപ്പ ഒന്നാണ്, ആ ഡ്രാഗൺ എന്ന്. പക്ഷെ ഇതവർക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. പക്ഷെ എയ്സിന്റെ മരണം അവരിപ്പോ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നേവിക്കാരെല്ലാവരും വാ തുറന്ന് അങ്ങനെ നിൽക്കും. കട്ട് ചെയ്താ ഇവിടെ കാർപ്പ്. ആളിപ്പോ ഒരു സെക്കൻഡ് കോൾറെഡി റോജറിനെ കുറിച്ച് ആലോചിക്കും. ആൾക്കൊരു വലിയ കടമ അത് ബാക്കിയുണ്ട്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് കോൾറെഡി റോജറിനെ അവനെ കൊല്ലുന്നതിന് തൊട്ട് മുൻപ്. അപ്പൊ കാർപ്പായിരിക്കും മെയിൻ ഓഫീസറായിട്ട് അവന്റെ അടുത്തേക്ക് വരിക. അവൻ ചിരിച്ചുകൊണ്ട് പറയും, ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിന് കാർപ്പാണെങ്കിൽ സിമ്പിളായിട്ട് ചോദിക്കും, നീ എന്തിനാ ഇതൊക്കെ എന്നോട് പറയണേ? അതിനവൻ പറയും, എൻ്റെ ഭാര്യ പ്രസവിക്കുമ്പോൾ ഞാൻ ജീവനോട് കൂടെ ഉണ്ടാവില്ല. അവരെന്തായാലും എന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കണ്ടെത്തി എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കൊന്നു കളയാനുള്ള ചാൻസ് ഉണ്ട്. ആക്ച്വലി കോൾറെഡി റോജറും കാർപ്പും അവർ രണ്ടുപേരും ഒരുപാട് തവണ ഏറ്റുമുട്ടിയിട്ടുണ്ട് എങ്കിലും അവർ മുൻപ് നല്ല തിക് ഫ്രണ്ട്സ് ആയിരുന്നു. കോൾറെഡി റോജർ ഇപ്പൊ കാർപ്പിനോട് പറയും, എൻ്റെ ഭാര്യ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അവളെ വിവാഹം കഴിച്ചു എന്നൊരു തെറ്റ് മാത്രമേ അവൾ ആകെ ചെയ്തിട്ടുള്ളൂ. സോ എൻ്റെ കുഞ്ഞിനെ അതിനെ നിങ്ങൾ വേണം പ്രൊട്ടക്ട് ചെയ്യാൻ. എനിക്ക് നിങ്ങളെ മാത്രമേ ഈ കാര്യത്തിൽ വിശ്വാസമുള്ളൂ. എനിക്ക് വേണ്ടി അവസാനമായിട്ട് ഈ ഒരു കാര്യമെങ്കിലും നീ ചെയ്യണം. അവന്റെ അപ്പോഴത്തെ അവസ്ഥയിൽ കാർപ്പിന് നോ പറയാൻ കഴിയില്ല. അതിനുശേഷമാണ് കാർപ്പ് അവന്റെ വൈഫിനു വേണ്ടി ഒരുപാട് പട്ടണങ്ങളും ഗ്രാമങ്ങളും ഐലാൻഡുകളും ഒക്കെ കയറി ഇറങ്ങി അവൾ അന്വേഷിച്ചുകൊണ്ടേയിരുന്നത്. അതേസമയം കോൾറെഡി റോജറിന്റെ വൈഫ് അവളാണെങ്കിൽ അദ്ദേഹം മരിച്ചതറിഞ്ഞ് തളർന്നു പോവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒരുപാട് നാളുകൾക്ക് ശേഷം കോൾറെഡി റോജർ അദ്ദേഹത്തിന്റെ വൈഫുള്ള സ്ഥലത്തേക്ക് ആ നേവി ഓഫീസേഴ്സ് അവരെത്തിക്കഴിഞ്ഞു. ഒരു കാരണവശാലും കോൾറെഡി റോജറിന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കാൻ പാടില്ല. സോ എന്റെ പരമ്പര അതെന്നേക്കുമായിട്ട് നശിക്കണം എന്ന് പറഞ്ഞ് 10 മാസം പ്രഗ്നന്റ് ആയിട്ടുള്ള എല്ലാ ലേഡീസിനെയും അവർ അന്വേഷിക്കും. പക്ഷെ റോജറിന്റെ വൈഫ് അവൾ ആ കാര്യം മാനേജ് ചെയ്ത് ആ നേവി സോൾജേഴ്സിന് മുൻപിലൂടെ കടന്നുപോകും. അവളെ മാത്രം ആരുടെ ശ്രദ്ധയിൽ പെടില്ല. അവര് ബാക്കിയുള്ള പ്രഗ്നന്റ് ആയിട്ടുള്ള എല്ലാ ലേഡീസിനെയും അറസ്റ്റ് ചെയ്ത് ചിലരെ കൊന്നുകളയും. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും അവളാണെങ്കിൽ നേവി ആൾക്കാരുടെ കണ്ണിൽ പെടാതെ ഒളിച്ചു താമസിച്ചുകൊണ്ടേയിരുന്നു. 10 മാസത്തിന് പകരം 20 മാസത്തോളം അവളാണെങ്കിൽ എയ്സിനെ വയറ്റിൽ ചുമന്നു. അങ്ങനെ ആ ഒരു ഗ്രാമത്തില് ഇനി പ്രഗ്നന്റ് ലേഡീസ് ആയിട്ട് ആരും ബാക്കിയില്ല. അങ്ങനെ നേവി സോൾജേഴ്സ് വിധി എഴുതും, ഓൾറെഡി റോജറിന് ഇനി കുഞ്ഞില്ല, എല്ലാവരെയും കൊന്നു കളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നേവിക്കാര് അവിടുന്ന് പോയതിനു ശേഷമാണ് കാർപ്പ് അവളെ തേടി കറക്റ്റായിട്ട് അവളുടെ മുൻപിൽ വരിക. കാർപ്പ് ചോദിക്കേണ്ട താമസം അവൾ ഒട്ടും മടിക്കാതെ തുറന്നു പറയും, അതെ ഞാൻ തന്നെയാണ് കോൾറെഡി റോജറിന്റെ വൈഫ്. അതിനുശേഷം ദിവസങ്ങൾക്കുള്ളിൽ അവള് ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. അവളാണെങ്കിൽ അവന് കോൾറെഡി എയ്സ് എന്ന് പേര് കൊടുക്കും. അവളുടെ ബോഡി വീക്ക് ആയതുകൊണ്ട് തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ അവൾ മരണപ്പെടും. കാർപ്പാണെങ്കിൽ ഒരു റെസ്പോൺസിബിൾ നേവി ഓഫീസറാണ്. ആൾക്ക് ആ കുഞ്ഞിനെ വളർത്താൻ കഴിയില്ല. സോ ടാട്ട് എന്ന് പേരുള്ള ഒരു നല്ല മനുഷ്യന്റെ കയ്യിൽ ആ കുഞ്ഞിനെ ഏൽപ്പിച്ച് വളർത്താനായിട്ട് പറയും. പക്ഷെ അവന്റെ യാതൊരു ഡീറ്റെയിൽസും കാർപ്പ് അവനോട് പറയില്ല. അതിനുശേഷം ഒരുപാട് നാളുകൾ കഴിഞ്ഞ് ആള് ലൂഫിയുമായിട്ട് എയ്സിന് അടുത്തേക്ക് എത്തി. അവര് രണ്ടുപേരെയും ചേട്ടനും അനുജനുമായിട്ട് വളർത്തിക്കൊണ്ടുവന്നു. ആക്ച്വലി ഇവരുടെ രണ്ടുപേരുടെയും ഫാദേഴ്സ് അവർ പൈററ്റ്സ് ആണ്. മാത്രമല്ല അവർക്ക് ചീത്തപ്പേര് മാത്രമാണ് അവരുടെ പാരന്റ്സ് ബാക്കി വെച്ചത്. പക്ഷെ എയ്സിന് അവന്റെ മമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. അവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവൻ ജന്മം നൽകിയെന്നുള്ള കാര്യം അവന് നന്നായിട്ട് അറിയാം. അവൻ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്നത് വൈറ്റ് ബിയേർഡിനെയാണ്. സോ അവനെ തന്നെയും
ബാക്കിയുള്ള എല്ലാവരെയും അവൻ വൈറ്റ് ബിയർഡിന്റെ മകനാണെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സെൻഗോക്കു ആളാണെങ്കിൽ എയ്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എയ്സ് വർഷങ്ങളോളം ഗവൺമെന്റിനെയും ജനങ്ങളുടെയും കണ്ണിൽ പൊടിയിട്ട് ഇവിടെ ജീവിച്ചു. അവൻ അവന്റെ അമ്മയുടെ പേര് സ്വീകരിച്ചുകൊണ്ട് തന്നെ അവനെ അത്ര എളുപ്പം ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവൻ വൈറ്റ് ബിയർഡിന്റെ ടീമിൽ ചേരുന്നതിന് മുൻപ് അവന് സ്വന്തമായിട്ട് ഒരു ടീം ഉണ്ടായിരുന്നു. അതിൽ അവന്റെ വേഗതയും കഴിവൊക്കെ കണ്ടപ്പോഴാണ് ഗവൺമെന്റിന് എയ്സിന് മേലെ ഡൗട്ട് ഉണ്ടായത്. ഓൾറെഡി റോജറിന്റെ അതേ പവറും അതേ സ്പീഡും ഒക്കെ ആയിരുന്നു എയ്സിലും ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചത്. ആക്ച്വലി ഗവൺമെന്റ് ഈ കാര്യം മനസ്സിലാക്കുന്ന അതേ സമയത്ത് തന്നെ മറ്റൊരാൾ കൂടെ ഇത് മനസ്സിലാക്കിയിരുന്നു. അത് മറ്റാരുമല്ല, സാക്ഷാൽ വൈറ്റ് ബിയർഡ്. സോ വൈറ്റ് ബിയർഡ് ഇവനെ കോൾഡ് റോജറിന് ശേഷം കിങ് ഓഫ് പൈററ്റ് ആക്കണം എന്ന് ആഗ്രഹിച്ച് എയ്സിനെ അവന്റെ ടീമിൽ ചേർത്തു. വൈറ്റ് ബിയർഡിന്റെ പ്രൊട്ടക്ഷനിലായതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് അവനെ ഇതുവരെ തൊടാനായിട്ട് കഴിഞ്ഞില്ല. ഇപ്പോഴാണ് ഗവൺമെന്റിന് എയ്സിനെ കയ്യിൽ കിട്ടുന്നത്. ഇനി എയ്സിനെ വെറുതെ വിട്ട ഉറപ്പായാലും കോൾഡ് റോജറിന് ശേഷം അടുത്ത കിങ് ഓഫ് പൈററ്റ് ഇവനായി മാറും. അതൊരിക്കലും ഗവൺമെന്റ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവന്റെ നേരെ ആ വാളങ്ങനെ നീട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അത് കേട്ട് സോൾജേഴ്സ് എല്ലാവരും അവരുടെ വാളൊക്കെ മുകളിലേക്ക് ഉയർത്തി ഹോ എന്നൊക്കെ പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് മുൻപോട്ട് പോകുമ്പോ ഒരു സോൾജർ ഓടി വന്ന് സെൻഗോക്കുവിനോട് ഒരു കാര്യം പറയും. നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ച ആ ഒരു ഗേറ്റ് ഓഫ് ജസ്റ്റിസ് അതിപ്പോ തനിയെ ഓപ്പൺ ആവുകയാണ്. ഞങ്ങൾ കൺട്രോൾ റൂമിലേക്ക് ഒരുപാട് തവണ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ ആരും അവിടെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അത് കേട്ട് സെൻഗോക്കു അവൻ ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. അതേസമയം ലൂഫി ആണെങ്കിൽ ആ ഗേറ്റ് ഓഫ് ജസ്റ്റിസ് ഞാൻ കൈ കൊണ്ട് അടിച്ചു പൊളിക്കുന്നൊക്കെ പറഞ്ഞ് വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് നിൽക്കുകയാണ്. ലൂഫി കൈ വീശേണ്ട താമസം ആ ഒരു ഗേറ്റ് അതിപ്പോ പതിയെ തുറന്നു വരാൻ തുടങ്ങും. നമ്പർ 3യും ജയന്റും ക്രൊക്കഡൈലും അങ്ങനെ എല്ലാവരും അതുകൊണ്ട് ഒരു സെക്കൻഡ് ഷോക്കാവും. ഇതെങ്ങനെ സംഭവിച്ചു? ആരോ ഒരാൾ കൺട്രോൾ റൂമിലിരുന്ന് ഇപ്പോ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി ഫേവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ബഗ്ഗി ആണെങ്കിൽ ഇപ്പൊ വമ്പം മന്ത്രമൊക്കെ ചൊല്ലി ഓം ക്രീം ഈ ഗേറ്റ് ഓപ്പൺ ആവട്ടെ എന്നൊക്കെ പറയും. ആ മണ്ടന്മാരായ പൈററ്റ്സ് ആണെങ്കിൽ ബഗ്ഗി മന്ത്രം ജപിച്ചതുകൊണ്ടാണ് ആ ഗേറ്റ് ഓപ്പൺ ആയതെന്ന് കരുതി അവനെ തന്നെ നോക്കി നിൽക്കും. ഓ മൈ ഗോഡ്, ഞങ്ങളുടെ ബോസിന് ഇത്രയും പവർ ഉണ്ടായിരുന്നു, ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവരിപ്പോ അവരുടെ ബഗ്ഗി ബോസിന് മുൻപിൽ കൈകൂപ്പി നിൽക്കും. അവർ അത്ഭുതപ്പെടുന്നൊക്കെ കണ്ട് ബഗ്ഗി ഒന്ന് ടേൺ ചെയ്ത് നോക്കും. അപ്പൊ ആ ഗേറ്റ് ഓപ്പൺ ആവുന്നത് കണ്ട് ഒരു സെക്കൻഡ് അവൻ പോലും കൺഫ്യൂസ്ഡ് ആവും. ഇതെങ്ങനെ സംഭവിച്ചു? ഇനി എന്റെ പ്രാർത്ഥന ഫലിച്ച് ഗോഡ് എനിക്കിത് തുറന്നു തന്നായിരിക്കോ? നമ്മുടെ ആൾക്കാരുടെ കപ്പലാണെങ്കിൽ ഇപ്പൊ പതിയെ അകത്തേക്ക് പോവാണ്. അവിടെയാണെങ്കിൽ ഭയങ്കര സൈലൻസ്. ആ നേവിക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്തോ ഒന്ന് കാര്യമായിട്ട് സംഭവിക്കാൻ പോവാണ്. അതിന് മുന്നോടിയായിട്ടുള്ള സൈലൻസ് ആണിപ്പോ. ഒരു സോൾജിയർ ആണെങ്കിൽ ബൈനോക്കുലർ വെച്ച് ദൂരേക്ക് നോക്കും. അപ്പൊ ഫോഗിനിടയിലായിട്ട് ഒരു കപ്പൽ കാണും. അതിന് പുറകിലായി മറ്റൊന്ന്, അതിന് തൊട്ടടുത്തായി മറ്റൊന്ന്, അങ്ങനെ ഒരുപാട് കപ്പല് ഇപ്പോ അവിടേക്ക് വരികയാണ്. അവനാണെങ്കിൽ നിലവിളിച്ചു പറയും. അതിനുശേഷം അലാം ഓൺ ചെയ്യും. അത് കേൾക്കുമ്പോൾ തന്നെ സെൻഗോക്കുവിന് കാര്യം പിടികിട്ടും. സോൾജേഴ്സിന് ഇൻഫർമേഷൻ കൊടുക്കും. അവർ ആ കപ്പലുകൾക്ക് എയിം ചെയ്ത് പീരങ്കികൾ ഫോക്കസ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ റെഡിയായി കഴിഞ്ഞു. കപ്പലുകളിലാണെങ്കിൽ വെറൈറ്റി കൊടികളൊക്കെ കെട്ടി കപ്പൽ അങ്ങനെ പതിയെ പതിയെ അകത്തേക്ക് കടന്നു വരും. ഓരോ കപ്പലുകളിലും ഓരോ പൈററ്റ്സ് ടീം അവരുടെ എല്ലാവരുടെയും ഹെഡുകളെ കാണിക്കും. ഭയങ്കര ക്രൂരന്മാരായ കപ്പട മീശയൊക്കെ വെച്ച വമ്പൻ ആൾക്കാര്. പക്ഷെ ആ കപ്പലുകളിലൊന്നും നേവി സോൾജിയേഴ്സിന് വൈറ്റ് ബിയർഡിന്റെ പൊടി പോലും കാണാൻ പറ്റില്ല. ഇവരെല്ലാവരും ന്യൂ വേൾഡിലുള്ള പൈററ്റ്സ് ആണ്. അവർ കൗണ്ട് ചെയ്യും. ഓൾമോസ്റ്റ് ഒരു 43 കപ്പലുകളാണ് അവിടേക്ക് വന്നത്. അവരെല്ലാവരും വൈറ്റ് ബിയർഡിന്റെ പൈററ്റ്സ് ആണ്. ഇവിടെ സെൻഗോക്കു ആണെങ്കിൽ ചുറ്റും നോക്കും. ആ വൈറ്റ് ബിയർഡ് അവരിവിടെ എവിടെയോ ഉണ്ട്. സോൾജിയേഴ്സിനോട് ചുറ്റും അരിച്ചു പെറുക്കാൻ പറയും. ആ വൈറ്റ് ബേർഡിന്റെ ഒരു ചെറിയ ക്ലൂ എങ്കിലും കിട്ടിയ അപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പറയും. എയ്സിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അവന്റെ കണ്ണുകളെ തന്നെ ഇപ്പൊ വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ ദ്വീപിന് മുൻപിലായിട്ടുള്ള ഒരു ചെറിയ സ്ഥലം, അവിടുന്നാണെങ്കിൽ വെള്ളത്തിനടിയിൽ നിന്ന് ഇപ്പൊ ഒരുപാട് ബബിൾസ് മുകളിലേക്ക് വരികയാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. വൈറ്റ് ബിയർഡ് ആണെങ്കിൽ ആളുടെ കപ്പലിനും ബാക്കിയുള്ള കുറച്ച് കപ്പലിനും കോട്ടിംഗ് ഒക്കെ കൊടുത്ത് കടലിനടിയിലൂടെയാണ് അവിടേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് സോൾജിയേഴ്സിന് അവരെ തിരിച്ചറിയാനോ കണ്ടുപിടിക്കാനോ കഴിഞ്ഞില്ല. അടുത്ത നിമിഷം ആ ബബിൾ വന്ന സ്ഥലത്ത് നിന്ന് കപ്പൽ മുകളിലേക്ക് വരികയാണ്. അതാണ് വൈറ്റ് ബിയർഡിന്റെ കപ്പല്. വൈറ്റ് ബിയർഡിനെ കണ്ട് നമ്മുടെ എയ്സ് അവൻ ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.